ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അവിടെ ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോ ഒരു കുട്ടി കസ്റ്റമറിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ആ കസ്റ്റമറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അവിടെ ഇതാണ് നമ്മുടെ കുട്ടി കസ്റ്റമർ. എങ്ങനെയുണ്ട്? അപ്പോൾ ഈ കസ്റ്റമറിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അവിടെ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ കസ്റ്റമറിൻ്റെ പേര് അപ്പു എന്നാണ്. കസ്റ്റമറിൻ്റെ ഓണറാണ് നമുക്ക് ഈ വർക്ക് തന്നത്. അവർ തന്നപ്പം തന്നെ നമുക്കൊരു റെഫറൻസ് പിക്ക് അയച്ചു തന്നിരുന്നു. അത് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോഴിത് ഈ ഡോഗ്സിനും പെറ്റ്സിനൊക്കെ ഈ കഴുത്തിലിട്ട് കൊടുക്കുന്ന സ്കാർഫാണ്. അതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോഴെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതുപോലെ ഒരു പേപ്പറിലാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ഡയമണ്ട് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഏതൊക്കെ അളവുകളാണ് എടുത്തതെന്ന് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ പേപ്പർ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷമാണ് അളവുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു പേപ്പർ രണ്ടായി മടക്കിയതിന് ശേഷം അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇതെല്ലാം ഞാൻ കറക്റ്റ് അളവ് ഞാൻ എക്സ്ട്രാ തയ്യൽ തുമ്പൊക്കെ ഇട്ട് കൊടുത്തതും കൂടെ ആഡ് ചെയ്താണ് ഈ കറക്റ്റ് അളവ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് മിക്ക ഡോഗ്സിനും ഇത് കറക്റ്റ് ആയിരിക്കും, ഈ അളവ് കറക്റ്റ് ആയിരിക്കും. ആ പേപ്പർ വെച്ചതിന് ഞാൻ നല്ല തുണിയിലും ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. നല്ല തുണിയിലും അതുപോലെ അതൊന്ന് അടിച്ച് മറിക്കാനായിട്ട് ഒരു ലൈനിങ് ക്ലോത്തും കൂടെ നമുക്ക് വേണം, അതിലും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോഴിത് നമ്മൾ ഇലാസ്റ്റിക് വെക്കേണ്ട ഭാഗമാണ് ഞാൻ ഈ കട്ട് ചെയ്തെടുത്തത്. ഇതുപോലെ ഒരു 2 ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അടിച്ച് മറിച്ച് ഇതുപോലെ എടുക്കുക. അടുത്ത് നമുക്ക് എത്രയാണോ ആവശ്യത്തിന് ഇലാസ്റ്റിക്, ഞാൻ ഇവിടെ 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അത് 8 ഇഞ്ച് നീളത്തിലെടുത്ത് നമ്മൾ അതിലേക്ക് കയറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ നല്ല തുണിയുടെ പുറത്ത് ലൈനിങ് തുണി വെച്ച് ഇതുപോലെ അടിച്ച് മറിച്ചെടുക്കുക. അടിച്ച് മറിക്കുമ്പോൾ നമ്മുടെ ഇലാസ്റ്റിക്കും കൂടെ ഫിറ്റ് ചെയ്ത് വേണം മറിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഇലാസ്റ്റിക്കും കൂടെ അകത്തോട്ട് വെച്ച് നമ്മൾ സൈഡിൽ കൂടെ തന്നെ ഒരു 1/2 ഇഞ്ച് ഇട്ട് 1/2 ഇഞ്ച് വീതിക്ക് ഇട്ടിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇലാസ്റ്റിക്കും കൂടെ നമ്മളൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സൈഡും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. കുറച്ച് ഭാഗം നമ്മളൊന്ന് ഓപ്പണിങ് കൊടുത്തിരിക്കണം. എന്തിനെന്ന് പറഞ്ഞാൽ ഈ അടിച്ച് മറിച്ചതിനെ നമ്മൾ നിവർത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. അതുവഴിയാണ് നമ്മളിത് നിവർത്തിയെടുക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നമുക്ക് നിവർത്തിയെടുക്കാം. ഇലാസ്റ്റിക്കിനായിപ്പോൾ ഒരു സൈഡ് മാത്രമാണ് ഫിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മളിത് അമർത്തി തയ്ക്കുമ്പോൾ അടുത്ത സൈഡും കൂടെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്ക് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത സൈഡ് ഇലാസ്റ്റിക്കും കൂടെ നമുക്ക് ഇത് അമർത്തി അടിക്കുമ്പോൾ നമുക്ക് അകത്തോട്ട് ആക്കി കൊടുക്കാം. ഇതുപോലെ അകത്തോട്ട് വെച്ച് ബാക്കി തുണിയെല്ലാം അകത്തോട്ട് ചേർത്ത് വെച്ച് നമ്മൾ സൈഡ് അമർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കണം. സൈഡിൽ കൂടെ തന്നെ ഇതുപോലെ നിവർത്തി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഭാഗമാണ് ഞാൻ ഓപ്പണിങ് കൊടുത്തിരുന്നത്. അവിടേക്ക് നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ മറ്റേ എൻഡും കൂടെ അകത്തോട്ടാക്കി ബാക്കി വന്ന ക്ലോത്തെല്ലാം അകത്തോട്ട് മടക്കി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ബാക്കിയുള്ള സൈഡെല്ലാം ഇതുപോലെ അമർത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു റെഡ് കളർ റെഫറൻസ് പിക്ക് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ പകുതി ഭാഗം റെഡ് കളറാണ്. അപ്പോൾ ഇത് വയ്ക്കാനായിട്ട് പല ഐഡിയയും ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നിയ ഒരു ഐഡിയയിലാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ തുണി ഇതെല്ലാം അടിച്ച് മറിച്ചതിന് ശേഷം പുറത്ത് ഞാൻ ഈ റെഡ് കളർ തുണി ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ റെഡും വൈറ്റും ജോയിൻ ചെയ്തിട്ട് രണ്ടും കൂടെ പകുതി പകുതി വീതം നടുക്കുന്ന ജോയിൻ ചെയ്ത് വേണമെങ്കിലും അടിച്ച് മറിച്ചെടുക്കാമായിരുന്നു. ഇത് ഞാൻ ഇപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത്. ഇതുപോലെ വൈറ്റ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം റെഡ് ഇതുപോലെ പുറത്ത് ഞാൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എവിടെ നിന്നാണോ നമുക്ക് റെഡ് ക്ലോത്ത് ആവശ്യം അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് ആ ഡയമണ്ട് പോലത്തെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കുറച്ച് തുണി എക്സ്ട്രാ ഇട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. എന്നാലും ഇതുപോലെ നമുക്ക് അകത്തോട്ട് മടക്കി വെച്ച് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലെ നല്ല വൃത്തിക്ക് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ ഇത് നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ കിട്ടും. ഇതുപോലെ കുറച്ച് ഭാഗം അകത്തോട്ട് മടക്കി വെച്ചിട്ടാണ് അയൺ ചെയ്തെടുത്തത്. ഇനി നമുക്കൊരു ഇത് കോളറല്ല, രണ്ടൊരു വള്ളി പോലെ വെച്ച് കൊടുക്കണം.
അതിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ആണ്. ഞാൻ രണ്ട് സൈഡിൽ നിന്നും 2 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ 2 ഇഞ്ച് വീതിക്കൊരു തുണി എടുത്ത് നേരത്തെ നമ്മൾ ഇലാസ്റ്റിക് വയ്ക്കാൻ വേണ്ടിയിട്ട് അടിച്ച് മറിച്ചതുപോലെ തന്നെ ഇതും ഞാൻ അടിച്ച് മറിച്ചെടുക്കുന്നുണ്ട്. സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് അടിച്ച് മറിച്ച് ഇതുപോലെ എടുക്കാം. ഇതിനി ആ മാർക്ക് ചെയ്ത ഭാഗത്ത് 2 സൈഡും നമ്മൾ കുറച്ച് നീളത്തിന് വെച്ച് കൊടുക്കണം. ഇതുപോലെ നീളത്തിൽ കുറച്ച് റെഡും കൂടെ കവർ ചെയ്ത് നിൽക്കാൻ കണക്കിന് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് തന്നെ 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അപ്പുറത്തെ സൈഡും ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡും നമുക്ക് 2 നല്ല ക്യൂട്ടായിട്ടുള്ള ബട്ടണും കൂടെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ നടുക്ക് നമ്മളൊരു ചെറിയ ബോയും കൂടെ വെച്ച് കൊടുക്കണം. അത് ഗ്രീൻ കളറിലാണ്. അതിനായിട്ട് സ്ക്വയറിൽ ഒരു തുണി കട്ട് ചെയ്തെടുത്തതിന് ശേഷം 4 സൈഡും അടിച്ച് മറിക്കുക. മറിച്ചതിന് ശേഷം ഇതുപോലെ കുഞ്ഞ് പ്ലേറ്റ് ഇട്ട് കൊടുത്ത് നടുക്ക് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇവിടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ക്യൂട്ട് സ്കാർഫൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സിനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്